ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവാനോട് നാം പ്രാർത്ഥിക്കുകയാണ്, മുരാരേ ഭഗവാനെ പാഹി എന്നെ രക്ഷിക്കണേ എന്നാണ്. ഞാൻ കഷ്ടപ്പെടുകയാണ്. അത് പുനരഭിജനനം, ജനിക്കുന്നു, ജനിച്ചാൽ പിന്നെ മരണമായി, വീണ്ടും ജനിക്കുകയായി, വീണ്ടും മരിക്കുകയായി. കാരണം ജനന മരണങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ജാതസ്ഥേ ധ്രുവ മൃത്യുവും ധ്രുവം ജന്മമൃതസ്ഥ എന്നുള്ള മരിക്കുക അപരിഹാര്യമാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു വഴിയുണ്ട്. കർമ്മം ആണ് ഇത് ജന്മത്തിനൊക്കെ കാരണം. മുൻ ജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ചാണ് ഓരോ ജന്മം ജനിക്കുന്നത്. അതിൻ്റെ ഈ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ജാത്യായുർഭോഗങ്ങൾ എന്നാണ് പറയുന്നത്. ജാതി ഉത്കൃഷ്ടമായ യോനിയിൽ ജനിക്കുക, നീണ്ട ആയുസ് കിട്ടുക, നല്ല സുഖങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ കർമ്മങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് കർമ്മഫലമായി ജനിക്കുന്നു. ആ ജനനത്തിന് കാരണമായ കർമ്മം അവസാനിക്കുമ്പോഴേക്കും അത് മരിക്കുന്നു. വീണ്ടും ആ ജന്മത്തിൽ അയാൾ ചെന്നിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ ജനന മരണമാകുന്ന സംസാര ചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു. ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ വളരെ തരത്തിലുള്ള കഷ്ടപ്പാടാണ്. ഗർഭപാത്രത്തിൽ പലതരത്തിലുള്ള കൃമികൾ അവനെ കടിക്കുകയാണ്. ആ ജാഠരമായ അഗ്നി അവനെ ദഹിപ്പിക്കുകയാണ്. ഇതൊക്കെ അനുഭവിച്ചും കൊണ്ട് 10-ാം മാസമാകുമ്പോൾ വീണ്ടും ജനിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വരികയാണ്. വീണ്ടും അങ്ങനെ അവൻ ആയി പലതരത്തിൽ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും അത് പലതരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോഴൊന്നും ഭഗവാനെ സ്മരിക്കുന്നില്ല. സ്മരിക്കാതെ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും അടുത്ത ജന്മം. ഇങ്ങനെ ആണ് പുനരഭിജനനം, പുനരഭിവരണം, പുനരഭിജനനീ ജഠരേ ശയനം. അമ്മയുടെ വയറ്റിൽ വീണ്ടും കിടക്കുക, വീണ്ടും ജനിക്കുക, ഇങ്ങനെ പോകുന്നു. അതുപോലെ ഭഗവാനെ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹി മുരാരേ. ഈ സംസാരത്തിൽ ജനനമരണ രൂപമായി ഈ സംസാരം ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെ ദുഷ്പാരമാണ്. അതിനെ കടന്നു ചെല്ലാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ദുഷ്പാരമായ അതിനെ മറുകര പറ്റാൻ സാധിക്കാത്ത അങ്ങനെയുള്ള ഒരു സംസാരത്തിൽ ഞാൻ അത് വിശാലമായ സംസാരത്തിൽ കാമക്രോധാദികളായ ജലജന്തുക്കൾ നിറഞ്ഞ സംസാര സാഗരത്തിൽ ഞാൻ കഷ്ടപ്പെടുകയാണ്. അല്ലയോ ഭഗവാനെ, ദയ കാണിച്ച്, ഈ അടിയനോടുള്ള ദയന് കാണിച്ച് ഒന്ന് രക്ഷിക്കണേ. കൃപയാ പാരേ പാഹി മുരാരേ. മുരാരേ പാഹി, രക്ഷിക്കൂ. നീ മുരാരിയാണ്. മുരാനുള്ള അവസരത്തെ കൊല്ലുന്ന സജ്ജനങ്ങളെ രക്ഷിച്ചവനാണ്. അങ്ങനെയുള്ള നീ എന്നെ മാത്രം എന്തിനാണ് വിടുന്നത്? എന്നെയും കൂടി രക്ഷിക്കൂ. യാത്വരാ ദ്രൗപദീത്രാണേ യാത്വരാ ഗജരക്ഷണേ സാത്വരാ ക്വഗതാഹരേ എന്നാണ്. മയ്യാർത്തേ കരുണാസിന്ധോ സാത്വരാ ക്വഗതാഹരേ എന്നാണ്. ആ ദ്രൗപദിയെ രക്ഷിക്കാൻ അങ്ങനെ ബന്ധപ്പെട്ടു പോയി. ആ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഓടി അങ്ങെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഷ്ടപ്പെടുന്ന ഞാൻ, ജന്മമരണരൂപമായ സംസാരസാഗരത്തിൽ കഷ്ടപ്പെടുന്ന എന്നെയും ഒന്ന് രക്ഷിക്കൂ.
അങ്ങനെയുള്ള ആ കാരുണ്യം അങ്ങേക്ക് എവിടെ പോയി എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കൃപയാ പാരേ പാഹി മുരാരേ, ഹേ മുരാരേ കൃപയാ കാരുണ്യം കാണിച്ച് ദയാവായ്പോടുകൂടി ഈ മറുകരയിൽ ഈ സംസാരമാകുന്ന സാഹചര്യത്തിൻ്റെ മറുകരയിൽ എത്തിച്ചെന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. നീ അങ്ങനെ പ്രാർത്ഥിച്ച് നീ ജന്മത്തെ സാഫല്യമതോടെ ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ജന്മത്തെ സഫലമാക്കൂ.